ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാൽമൺ കാസറോളാണ്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കാസറോളാണ് സാൽമൺ കാസറോള്. ഇത് നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കാണാവുന്നതാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം മക്രോണി ബോയിൽ ചെയ്യാം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ 6-7 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ ഇപ്പോൾ അവിടെ 600 ഗ്രാം മക്രോണി എടുത്തിട്ടുണ്ട്. ഈ മക്രോണി നമുക്ക് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ടേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 6-7 മിനിറ്റോളം ഇത് ബോയിൽ ചെയ്യേണ്ടതുണ്ട്. 7 മിനിറ്റ് കഴിയുമ്പോൾ വേവ് നോക്കിയിട്ട് ബോയിലായെങ്കിൽ സ്ട്രെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനു വേണ്ടി പിങ്ക് സാൽമണാണ് എടുത്തുള്ളത്. ഇത് 1.2 കിലോ ഉണ്ട്. അത് ക്യാനായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കൊരു പാനിലോട്ട് 1/2 കപ്പ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ബട്ടർ മെൽറ്റ് ആക്കുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ കൊണ്ട് ചേർത്ത് കൊടുക്കാം. അത് നമുക്കൊരു സോട്ട് ചെയ്യണം. ഒരു 5-6 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യണം. അതിൻ്റെ പച്ചപ്പ് മാറിയെന്നുള്ള സോട്ട് ചെയ്യണം. അത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 1 ലിറ്റർ മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ കട്ട് ചെയ്തിനകത്ത് രീതി നന്നായിട്ട് മിക്സി നല്ല വേവിപ്പിച്ചെടുക്കണം. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഒട്ടും കട്ടയില്ലാതെ കിട്ടണം. നമുക്ക് ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ തിക്നെസ് ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് നമ്മളിവിടെ പാസ്തയും ബോയിൽ ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതൊന്ന് മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1 കപ്പ് ചോപ്പ്ഡ് ഓനിയൻ ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ സെലറിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്യണം. ഒരു 3-4 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യണം. ആ സോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഫ്രഷ് ആയിട്ടുള്ള 1/2 കിലോ സ്ലൈസ്ഡ് മഷ്റൂം കൂടെ ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും ഒന്നുകൂടെ സോട്ട് ചെയ്യണം. 2-3 മിനിറ്റ് സോട്ട് ചെയ്താൽ മതി. കണ്ടമാനം മഷ്റൂം ഉടഞ്ഞു പോകാൻ നോക്കണം. 2-3 മിനിറ്റ് സോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ സാൾട്ട്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യണം. അതെല്ലാം കൂടെ ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആദ്യം ഉണ്ടാക്കി വെച്ചാൽ വൈറ്റ് സോസ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വൈറ്റ് സോസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ലിറ്റർ മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1 കപ്പ് ഡൈസ്ഡ് ക്യാരറ്റും 1 കപ്പ് ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ സാൾട്ട്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ നട്ട്മഗ് പൗഡർ, നമ്മുടെ ജാതിക്കരപ്പൊടി, പിന്നെ ഡ്രൈ ദില്ല് 2 ടീസ്പൂണ് ഇത്രയും ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് 3 ടേബിൾ സ്പൂണ് ലൈം ജ്യൂസ് ഒഴിക്കണം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു മീഡിയം തീയിലാണ് ഇതെല്ലാം ചെയ്യാൻ. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആദ്യം സ്ട്രെയിൻ ചെയ്ത് വെച്ചാൽ സാൽമണും ബോയിൽ ചെയ്ത മക്രോണും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ചെറിയ തീ വെച്ച് ഇതെല്ലാം ചെയ്തെടുത്താൽ മതി. മിക്സ് ചെയ്യുമ്പോൾ സാൽമൺ കണ്ടുപോകാൻ പൊടിഞ്ഞു പോകാൻ നോക്കുകയും ചെയ്യണം. ഇതെല്ലാം ഫുള്ളായിട്ട് ഇത് കോട്ട് ചെയ്ത് വരണം. ആ രീതിയിലാണ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുന്നതോടൊപ്പം നമ്മളൊക്കെ സാൽമൺ വലിയ പീസായിട്ട് കിടക്കണത് ഒന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്യണം. വലിയ പീസാണെങ്കിൽ മാത്രം പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മളോട് ഇത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ ആ ടിന്ന് അപ്പാടെ ഇങ്ങനെ ഇട്ട് കൊടുത്താണ് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് വലിയ പീസൊക്കെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കണം. ഏകദേശം ഈ പരിവായിക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ തിക്നെസ്സിനാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് ഓയിൽ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഫുൾ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് ഒരു ഓവന് 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് വെക്കണം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഒരു 50 ഗ്രാം ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കാം. മുകളിലൊന്ന് ഇതുപോലെ തുള്ളി കൊടുത്താൽ മതി. അത് നമുക്ക് 150 മില്ലി ബട്ടർ എടുത്ത് മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇത് ഫുള്ള് എല്ലായിടത്തും ഈ വരുന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇത് 30 മിനിറ്റ് 150 ഡിഗ്രിയിൽ നമുക്ക് ബേക്ക് ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ ബേക്ക് ചെയ്ത് പുറത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കണ്ടീഷനാണ് നമുക്കിത് കിട്ടണത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സാൽമൺ കാസറോള ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അതുപോലെ ഞാനിത് ഉണ്ടാക്കിയാണ് ഏകദേശം 30-35 പേർക്ക് കിട്ടുന്ന രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്.
അത് നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അത് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.